നമസ്കാരം. ഉണർവ് 2025 മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നായിരിക്കുന്നത് മോർ സ്റ്റേഫാനോസ് യൂണിറ്റിൽപ്പെട്ട OM ഏലിയാസേട്ടൻ്റെ ഭവനത്തിലാണ്. എല്ലാവർക്കും ഈ ഭവനത്തിലേക്ക് സ്വാഗതം. മോർ സ്റ്റേഫാനോസ് യൂണിറ്റിലെ പ്രിയപ്പെട്ട നമ്മുടെ മുതിർന്ന അംഗങ്ങളുടെ ഊർജ്ജസ്വലമായ അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ മികവുകൾ, കഴിവുകളെല്ലാം നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം.
പ്രിയമുള്ളവരെ, നമുക്ക് ഈ സ്തേഫാനോസ് കുടുംബ യൂണിറ്റിലെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടൊപ്പം ഒരു ഗെയിം നമുക്ക് കളിക്കാം. മറ്റൊന്നുമല്ല, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബോട്ടില് കുറച്ച് ടാസ്കുകളുണ്ട്. അതെല്ലാം ഇവരെ കൊണ്ട് എടുപ്പിക്കുന്നു. ഇവര് അതിലെന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് അവർ പെർഫോം ചെയ്യും. ഈ ഒരു ഗെയിമിലേക്ക് നമ്മൾ കിടക്കുകയാണ്. പ്രിയപ്പെട്ട ചേട്ടൻ്റെയിലാണ് നമ്മൾ ആദ്യം ആരംഭിക്കുന്നത് കേട്ടോ. ഓക്കെ, എന്റെ പേരൊന്ന് പറഞ്ഞോ. എന്റെ പേര് എബ്രഹാം. വീട്ടുപേരൊന്ന് പറഞ്ഞു. തൊമ്മൻകുടി പറമ്പിൽ. അപ്പോ നമുക്ക് സെലക്ട് ചെയ്യാം. എടുത്തോ. ഒന്ന് വായിക്കാവോ? വായിക്കാം, ഞാൻ വായിക്കാം. ആദ്യത്തെ ടാസ്ക് വന്നിരിക്കും ഇന്നത്തെ ഈ പ്രോഗ്രാം ദിവസത്തെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു കൂടിവരവ് കാര്യങ്ങളെ കുറിച്ച് 2 വാക്ക് സംസാരിച്ചോ. ഇത് ഞാൻ പിടിച്ചോളാം, ചേട്ടൻ പറഞ്ഞു. ഇത് നല്ലൊരു കാര്യമാണത്. ഇത് വേണ്ടതാണ്, നേരത്തെ വേണ്ട സംഭവങ്ങളാണ്. വേണ്ടതാണ്. ഇതിപ്പോ എല്ലാവരും വയസ്സായ 60-55 വയസ്സായവരൊക്കെ എല്ലാവരും അറിയുന്നവരാണ്. ഇത് ഏറ്റവും നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നു എന്നുള്ള സന്തോഷമാണ് ചേട്ടൻ പ്രകടിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, എല്ലാവരും ഒന്ന് കൈയടിച്ചോ. പേര് ഒന്ന് പറഞ്ഞോളാം. പേര് ജോർജ് ഓയം, ഓളങ്ങാട്ട്. നമുക്ക് വന്നിരിക്കുന്ന ടാസ്ക് നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരെ പറ്റി 2 വാക്ക്. ആദ്യം തോമസ് അച്ഛനെ കുറിച്ച് പറഞ്ഞു. ഇടവയിൽ മാറി വന്നേക്കുന്ന 2 അച്ഛന്മാരെ സംബന്ധിച്ചും എല്ലാവർക്കും ഇടവക്കാർക്ക് ഇടവക അംഗങ്ങൾക്കെല്ലാം നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞു കേൾക്കുന്നത്. ഓക്കെ, കൈയടിക്കാം. അച്ഛൻ്റെ ടാസ്ക് കഴിഞ്ഞു. പേര് പറഞ്ഞോ. എന്റെ പേര് ജോയി, വീട്ടുപേര് നടുക്കുടി. ടാസ്ക് നമ്മുടെ കുടുംബ യൂണിറ്റിനെ കുറിച്ച് 2 വാക്ക്. നമ്മുടെ കുടുംബ യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അച്ഛന്മാര് വന്നിട്ട് 4 മാസമായിട്ടുള്ളെങ്കിലും ഈ അച്ഛന്മാര് പങ്കെടുത്ത കുടുംബ യൂണിറ്റിൽ പങ്കെടുക്കുവാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം എൻ്റെ രോഗാവസ്ഥയും കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് യൂണിറ്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. യൂണിറ്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അച്ഛന്മാരുടെ കുർബാനയും കാര്യങ്ങളെല്ലാം ഞാൻ കാണാറുണ്ട്. എല്ലാം വളരെ സന്തോഷകരമായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു പരിപാടി നല്ലൊരു പരിപാടിയാണ്. ഇത് 55 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ആളുകൾക്കും വളരെ സന്തോഷപ്രദകരമായ ഒരു കാര്യമാണ്. അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റിനും അവരുടെ സന്തോഷത്തിനും വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്ത അച്ഛന്മാർക്കും കമ്മിറ്റി അംഗങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ സന്തോഷം, ആശംസകൾ അർപ്പിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ആളെടുത്തോ. പേര് പറഞ്ഞോ. കുര്യാക്കോസ് വീട്ടി പുന്നച്ചാലി. നമുക്ക് ടാസ്ക് കിട്ടിയിരിക്കുന്നത് ഈ ഭവനത്തോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് സംസാരിക്കുക എന്നാണ്. ഒരു നന്ദി പറയാനാണ്. ഈ ഭവനം എപ്പോഴും കുടുംബ യൂണിറ്റിന്റെ ഇതിലെ എല്ലാ കാര്യങ്ങളിലും നടക്കണ ഇതാണ്. എല്ലാത്തിലും ഇവിടെയാണ് കൂടുതൽ പരിപാടികളും നടത്തുന്നത്. അതുപോലെ തന്നെ ഈ കുടുംബ യൂണിറ്റിൽ ഇവിടെ എല്ലാവരും എല്ലാ കുടുംബ യൂണിറ്റിലും വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഈ കുടുംബ യൂണിറ്റിലെ സംതൃപ്തിയാണ്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. പേര് പറഞ്ഞോ. OM എലിയാസ്, ഓളങ്ങാട്ടിൽ. നമുക്ക് കിട്ടിയിരിക്കുന്ന ടാസ്ക് മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് പിണറായി വിജയൻ സാറിനെ വിളിച്ച് നമ്മുടെ ഒരു ആവശ്യം അവതരിപ്പിക്കാൻ, അതിനാണല്ലോ ഫോൺ വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു അടിയന്തര ആവശ്യം ശ്രദ്ധ ആൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പറഞ്ഞു. ഹലോ, ഇത് ഫോൺ എടുക്കണോ? ഹലോ, അങ്ങനെ ഇത് പിണറായി സാറിന്റെ ഓഫീസല്ലേ? ഇതേ ഞാൻ ഇവിടെ നിന്ന് കിഴക്കമ്പലത്ത് വിളിക്കുന്നതാണ്. എനിക്ക് ഇവിടെ അടിയന്തരമായിട്ട് വളരെ അത്യന്തമായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എത്രയും വേഗം ഒന്ന് ശരിയാക്കി തരാൻ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ റോഡുകളെല്ലാം ഭയങ്കര മോശമായിട്ട് കൊണ്ടും കുഴിയിട്ട് കിടക്കാണ്. അത് എത്രയും വേഗം PW ഡിപ്പാർട്ട്മെന്റിൽ ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അത് ശരിയാക്കി തരാൻ ഏർപ്പാടുണ്ടാക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. താങ്ക് യു.
പേര് പറഞ്ഞോ. പത്രോസ് തുമ്മൻകുടി പറമ്പ്. നമുക്ക് ചോദ്യം കിട്ടിയിരിക്കുന്നത് 1 മുതൽ 50 വരെയുള്ളത് അത് തെറ്റാതെ പിറകിലേക്ക് എണ്ണുക എന്നുള്ളതാണ്. 50 മുതൽ 1 വരെ എണ്ണി തീർക്കുക എന്നുള്ളതാണ്. 50, 49, 48, 47, 46, 45, 44, 43, 42, 30, 29, 28, 27, 26, 25, 24, 23, 9, 8, 7, 6, 5, 4, 3, 2, 1. കൈയടിച്ചോ. പേരും വീട്ടുപേരും പറഞ്ഞോ. PT വർഗീസ്, പുന്നച്ചാൽ. അവിയൽ ഉണ്ടാക്കാനാണ്. അപ്പൊ അതിന്റെ റെസിപ്പി ഒന്ന് പറയാവോ? എങ്ങനെയാ? പടവലങ്ങ, ചേന, അച്ചിങ്ങ, മാങ്ങ, ബീൻസ്, മുരിങ്ങാക്കോല്, പിന്നെ ഉരുളക്കിഴങ്ങ്, സവാള, പച്ചമുളക്, അങ്ങനെ കാര്യങ്ങളാണ്. ഇഞ്ചി, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇട്ടാണ് നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, കൈയടിച്ചോ. പേര് പറഞ്ഞു, ഞാൻ വായിച്ചുതരാം. പേര് പറഞ്ഞു. എനിക്ക് പേര് പറഞ്ഞു. എന്റെ MP ജക്കബ് മേക്കാങ്കുന്നേൽ. ചോദ്യം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സിനിമാ നടൻ. ആളെ കുറച്ച് 2 വാക്കും കൂടി പറയണം. ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പഴയ കാലത്തെ പുതിയ കാലത്തെ ഏതെങ്കിലും ഒരു നടൻ. ഈ പഴയ കാലത്തെ നടനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. സത്യൻ. സത്യന്റെ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടവര് മറ്റാരുമല്ല. ഏറ്റവും കൂടുതൽ ഇഷ്ടം സത്യനാണ്. ഓക്കെ. പേര് പറഞ്ഞോ. അച്ഛമ്മ. വീട്ടുപേര് പറയാവോ? നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പാട്ട് പാടാനാ. അത് പാടാം. ഒരു പാട്ടൊക്കെ പാടി. ആദ്യം തന്നെ പറഞ്ഞു. ഏത് വേണമെങ്കിലും പാടാം. ശേഷം ദൈവത്താൽ പ്രകൃതരായ സ്ത്രീയന്മാർ പോയി ജാതികളിലെയും ഉദരസീമയോളം നല്ലവേ നേര് കൈക്കൊള്ളോർക്കൊക്കെയും ഭാഗ്യം അറിയിച്ച രാജ്യം. കൈയടിച്ചോ. പേര് പറഞ്ഞോ. മേരി ജേക്കബ്, മേക്കാങ്കുന്നേൽ. നമുക്ക് ചോദ്യം, കുടുംബ യൂണിറ്റുകളിൽ എന്തെങ്കിലും മാറ്റം വേണമോ എന്നുള്ളതാണ് ചോദ്യം. വേണമെങ്കിൽ അത് എന്ത് മാറ്റമാണ് വേണ്ടതെന്നൊന്ന് സജഷൻ. കുടുംബ യൂണിറ്റുകൾ എല്ലാ മാസവും നടത്തിയാൽ നന്നായിരുന്നു. അതാണ് ഉള്ളത്. നമുക്കിപ്പോൾ ഏകദേശം ഒരു 1.5 മാസത്തിന്റെ ഇടവിട്ടാണ് നമുക്ക് 1 മാസം ഇടവിട്ടാണല്ലോ വരുന്നത്. എല്ലാ മാസവും നടത്തുക. കൃത്യം സമയം മാറണമെന്ന് ഇവിടെയൊക്കെ പലരും അഭിപ്രായം പറയുന്നുണ്ട്. 4 മുതൽ 6 വരെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഓക്കെ. മേക്കാങ്കുന്നേല്. നമ്മുടെ നാട്ടിലെ റോഡുകളുടെ സ്ഥിതിയെ പറ്റി പറയാനായിട്ടാണ്. പറയാലോ. പറഞ്ഞോ. നമ്മുടെ നാട്ടിലെ റോഡ് ഇപ്പോൾ വളരെ മോശമാണ്. യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മീൻ കൊണ്ടിട്ടാൽ മീൻ വളർത്താൻ പാകത്തിനുള്ള വെള്ളമുണ്ട് റോട്ടില്. ഓക്കെ, നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞ. കൈയടിക്കാം. പേര് പറഞ്ഞോ. ലീല ജോയി, ചേലച്ചുവട്ടില്. ഓക്കെ, നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരെ പറ്റി 2 വാക്ക് പറയാനാണ്. പറഞ്ഞോ. പുതുതായി വന്ന 2 വൈദികരും വളരെ നല്ലതാണ്. അവരുടെ കുർബാനകളും കേട്ടിരിക്കാനും ഒക്കെ നല്ല 2 അച്ഛന്മാരും കട്ടയ്ക്ക് നിൽക്കും. ഒരു കുഴപ്പമില്ല. വളരെ സന്തോഷം. അതുപോലെ തന്നെ യൂണിറ്റുകളും ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോകാനും എല്ലാം കൊണ്ടും ഈ പരിപാടി നടത്തിപ്പിച്ചും എല്ലാത്തിനും ഭയങ്കര സന്തോഷം. കൈയടിക്കാം. മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിക്കാനാണ്. ഒരു അത്യാവശ്യ കാര്യങ്ങൾ പറയാം. ഒരു ഫോൺ കൊടുത്തോ. ഫോൺ എടുത്തോ. ഫോൺ പിടിച്ചോ. ഫോൺ ചെവിയിൽ വെക്കുകയാണെങ്കിൽ വെച്ചോ. പേര് പറഞ്ഞോ ആദ്യം. ഇനി വിളിച്ചോ. മുഖ്യമന്ത്രിനെ വിളിച്ച് നമ്മുടെ അത്യാവശ്യ കാര്യം പറയണം. നമുക്ക് ഇതിനു മുമ്പ്
ഇതിനു മുമ്പ് നമ്മൾ മുഖ്യമന്ത്രി വിളിച്ച് റോഡിന്റെ കാര്യം പറഞ്ഞു. ഇനിയിപ്പോ അതുപോലെ അമ്മമാരാകുമ്പോ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം മുഖ്യമന്ത്രിയെ നമുക്ക് നേരിട്ട് വിളിക്കാൻ ഒരു അവസരം കിട്ടിയേക്കാണ്. ഇപ്പൊ വിളിച്ച് കാര്യം പറഞ്ഞ സംഭവം റെഡിയാണ്, നമുക്ക് കിട്ടും. ആ രീതിയിൽ നമുക്ക് സംസാരിച്ചോ. ചെവിയിൽ വെച്ച് ഹലോ മുഖ്യമന്ത്രി, പറഞ്ഞോ. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് റോഡിന്റെ ശോചനീയാവസ്ഥയാണ്. വെള്ളം കെട്ട് കാരണം ഞങ്ങൾക്ക് കാൽനടയായിട്ട് പോലും യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. താങ്ക് യു. പേര് പറഞ്ഞോ. വീട്ടുപേര്. ഓക്കെ, നമുക്ക് ചോദ്യം ഇന്നത്തെ ഈ പരിപാടിനെ കുറിച്ച് സംസാരിക്കാനാ. ഈ ഒരു കൂടിവരവ് കാര്യങ്ങളെ കുറിച്ച് ഒരു 2 വാക്ക് എന്തെങ്കിലും പറഞ്ഞോ. ഇന്നത്തെ കൂടിവരവിൽ എല്ലാവരും വന്നതിൽ സന്തോഷമുണ്ട്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സന്തോഷം. കൈ അടിച്ചോ. പേര് പറഞ്ഞോ. മേരി. വീട്ടുപേര് പറയാവോ. കോളങ്ങാട്ടില്. ചോദ്യം നമ്മുടെ കുടുംബ യൂണിറ്റിനെ കുറിച്ച് 2 വാക്ക്. പ്രത്യേകമായിട്ട് എനിക്കൊന്നും പറയാനില്ല. കുടുംബ യൂണിറ്റൊക്കെ നല്ല ഇതായിട്ട് പോകണം, നല്ല ഉഷാറായിട്ടാണ് പോകണം. ഓക്കെ, അതാണ് പറയാനുള്ളത്. ഒരു കൈയടി കൊടുക്കാം. പേര് പറഞ്ഞോ. കൊളങ്ങാട്ടില്. ഒരു പാട്ട് പാടാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അറിയാവുന്ന ക്രിസ്തീയ ഗാനങ്ങളോ അല്ലെ സിനിമാ പാട്ടോ എന്തായാലും കുഴപ്പമില്ല, ഏതെങ്കിലും പാടിക്കും. ഓക്കെ, സാരമില്ല. ഒരു കൈയ്യടി കൊടുക്കാം. പേര് പറഞ്ഞോ. ലയോണി എബ്രഹാം. വീട്ടുപേര്. കൊമ്മൻകുടി പറമ്പിൽ. കുടുംബ യൂണിറ്റുകൾ എന്തെങ്കിലും മാറ്റം വേണമോ? ഇതാണ് ചോദ്യം. എല്ലാ മാസവും കുടുംബ യൂണിറ്റ് വേണം, അതാണ് ആഗ്രഹം. വരണോന്ന് ആഗ്രഹമുണ്ട്. അമ്മച്ചി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പറ്റില്ല. എന്നാലും പരമാവധി വരാൻ ശ്രമിക്കാറുണ്ട്. വരും. സിബി അപ്പച്ചനും വരും. എനിക്ക് വരണോന്ന് ആഗ്രഹമുണ്ട്. അപ്പോ കുടുംബ യൂണിറ്റ് നല്ല ഭംഗിയായിട്ട് നല്ല ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരുന്ന. ഇപ്പൊ ആളുകൾ കുറവാണ്. അത് കുറച്ചും കൂടി ഒന്ന് ഊർജ്ജസ്വലമാക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ഓക്കെ, കൈയടിക്കാം. പേര് പറഞ്ഞു. ആദ്യം സിനിമാ നടന്റെ അല്ല, ചേച്ചിയുടെ പേര് പറഞ്ഞു. ലിസി എലിയാസ്. വീട്ടുപേര്. കോളങ്ങാട്ടിൽ. ചോദ്യം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സിനിമാ നടൻ. ഒരാളുടെ പേര് പറഞ്ഞു. ആളെ കുറിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുടെ അഭിനയമാണോ, ആളുടെ സൗന്ദര്യമാണോ, അങ്ങനെ കൂടി വേണമെങ്കിൽ പറയാം കേട്ടോ. പറഞ്ഞോ. മമ്മൂട്ടി. എന്താ കാര്യം പറഞ്ഞോ. എന്തുകൊണ്ടാണ് മമ്മൂട്ടിനെ ഇഷ്ടപ്പെടാൻ? പേഴ്സണാലിറ്റി, പിന്നെ ചീത്തപ്പേരുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, കൈയടിക്കാം. നമുക്ക് കൈയടിക്കാം. രസകരമായ ഈ ഗെയിം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ഇതിൽ കൂടുതൽ രസകരമായ മറ്റു ഗെയിമുകൾ പിന്നാലെ വരുന്നുണ്ട്. നമുക്ക് അതിലും കൂടി പങ്കെടുക്കാം.
പുതിയൊരു ഗെയിമിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടാ അറിയാം, നമ്മള് ബിസ്ക്കറ്റ് കടി, അപ്പം കടി ഇന്ന് അപ്പം അല്ല, അതിന് പകരം ബിസ്ക്കറ്റാണ്. ബിസ്ക്കറ്റ് കടിയാണ് നമ്മള് ഇതില്. നമ്മൾ 1 മിനിറ്റ് ആണ് സമയം വെച്ചിരിക്കുന്നത്. പാട്ട് വെക്കും. പാട്ട് വെച്ചതനുസരിച്ച് 1 മിനിറ്റിനുള്ളിൽ ആദ്യം ആരാണോ അപ്പം കടിക്കുന്നത് ആളായിരിക്കും വിജയി. അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ക്രമീകരിക്കാൻ നമ്മുടെ ഗെയിമിലേക്ക് നമ്മൾ കടക്കുന്നു. കഴിഞ്ഞു. ഇനി നമ്മള് ലേഡീസിന്റെ ആണ്, സ്ത്രീകളുടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോ പ്രിയപ്പെട്ട പത്രോസേനാണ് നമ്മുടെ ഈ ഗെയിമിലെ വിജയി. എല്ലാവർക്കും ഒരു കയ്യടി കൊടുക്കാം. ഓക്കെ, താങ്ക് യു. പ്രിയമുള്ളവരെ, വീണ്ടും പുതിയൊരു ഗെയിമിലേക്ക് നമ്മൾ കടക്കുകയാണ്. കസേരകളിയാണ്. ആദ്യം സ്ത്രീകളുടെ വിഭാഗത്തിന്റെ കസേരകളി, അതിനുശേഷം പുരുഷന്മാരുടെ നടത്തും. അപ്പൊ അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്ത്രീകളുടെ കസേരകൾ ഇവിടെ കഴിയുന്നു. അടുത്തത് പുരുഷന്മാരുടെ കസേരകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ കസേരകളി എന്ന പ്രോഗ്രാം അവസാനിച്ചു. ലിസി രാജനാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. വളരെ ഭംഗിയായി എല്ലാ ഗെയിമും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കിനി എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ള സമയമാണ്. നമുക്ക് ഭക്ഷണം കഴിക്കാം. ചെമ്പാവ് പുന്നില്ലിൻ ചോറ്, നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ. മുളകരച്ചൊരുക്കിയ പരൽ മീനിൻ കറി കൂട്ടിയിട്ടെരിവ് കൊണ്ടിടം കണ്ണ് തുടിച്ചവനേ.
ചേച്ചി ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ദിവസം? ഈ ഒരു ദിവസം നല്ല സന്തോഷമാണ്. നല്ല സന്തോഷമാണ്. ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ഫുഡ് അടിപൊളിയാണ്. അടിപൊളിയാണ്. എന്തെങ്കിലും ഇതിനെ കുറിച്ച് പറയാനുണ്ടോ? നല്ല ബിരിയാണിയൊക്കെ നല്ലത്. നല്ല ബിരിയാണിയാണ്. കോഴിക്കറി എങ്ങനെയുണ്ട്? സൂപ്പറാണ്. സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു ഇന്ന്? നല്ല സൂപ്പർ പരിപാടി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കണം. നിങ്ങളെ മക്കളെ എല്ലാവരെയും ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയണ, ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എനിക്കറിയാൻ എന്നാലും നല്ല പരിപാടിയായി. ഇത് ആരെന്ത് സംഘടിപ്പിച്ച അച്ഛന്മാരാണ് ആരാണെങ്കിലും ഒത്തിരി സന്തോഷം. ഞങ്ങൾ വയസ്സായവരൊക്കെ ഒരു സന്തോഷം കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ. ഓക്കെ. ഇന്നൊരു ദിവസം ഇപ്പൊ എല്ലാവരുമായിട്ടും ഒത്തൊരുമിച്ച് യൂണിറ്റിലുള്ള എല്ലാവരെയൊക്കെ ഒന്ന് ഒത്തൊരുമിച്ച് കൂടാൻ പറ്റി. അപ്പം എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഫുഡ്, നല്ല ഫുഡായിരുന്നു. ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. ബിരിയാണി ഭക്ഷണം ഉണ്ടാക്കി തന്ന ലിസി, ഷാലി, പേര് തമ്പി, പിന്നെ ജെസ്സി, ഏലിയാസ്, പിന്നെ ബാക്കി കുറെ പേര് സഹായിച്ചു. അയ്യോ, ജെസ്സിയുടെ കുര്യാക്കോസ്, ഇവരെല്ലാരും നല്ല. പിന്നെ നമ്മുടെ യൂണിറ്റിലെല്ലാ ആണുങ്ങളും ഭംഗിയായിട്ട് സഹകരിച്ചു. നല്ല കറി. ഞാൻ ഇറച്ചി കൂട്ടില്ലാത്തതുകൊണ്ട് കറിയുടെ എനിക്കറിയില്ല. കോളിഫ്ലവർ നല്ല കറി, നല്ല സുഖമായിട്ട് സന്തോഷമായി. അപ്പൊ ഇന്നിവിടെ എൽഡേഴ്സ് ഇനി ഇങ്ങനെ വേണം. ഓക്കെ. അപ്പൊ ഇന്നിവിടെ ഈ എൽഡേഴ്സ് ഫോറത്തിന്റെ ഒപ്പം ഈ യൂണിറ്റിലെ കുറെ മെമ്പേഴ്സ് അവർ എല്ലാരും തിരക്കിലാണ്. പക്ഷെ ആന്റി ഒന്ന് വരുമോ? ഇവിടെ ഇപ്പൊ എല്ലാരും ഏകദേശം ഉണ്ട് ഓൾമോസ്റ്റ്. ഇവരൊന്നും എൽഡേഴ്സ് ഫോറത്തിലെ അംഗങ്ങളല്ല, അത്ര പ്രായമൊന്നും ആയിട്ടില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഇവരെല്ലാരും ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരോടുള്ള ഒരു വലിയൊരു താങ്ക്സ് പറയാണ്. ആൻഡ് ഇനിയും ഇതുപോലെയൊക്കെ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പ്രിയരെ, ഈ എപ്പിസോഡ് വളരെ ഭംഗിയായി ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടു. സഹകരിച്ച എല്ലാവർക്കും നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡുമായി മറ്റൊരു വീട്ടിൽ നമുക്ക് കാണാം.